ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന ഭാസ്കരനെ, ദിവാകരനെ, അർക്കനെ, സൂര്യനെ ഞാനിതാ പ്രണമിക്കുന്നു. ഞങ്ങൾ ജ്യോതിഷികൾ ആദ്യത്തിനെ പ്രണമിച്ചുകൊണ്ടാണ് ഞങ്ങളെ കവടിക്കരി ആരംഭിക്കുക. ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മീയത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥ യശ്രുതൗ വാചം ന സ ദധാതു നൈകകിരണ ത്രൈലോക്യ ദീപോ രവി. ഈ മന്ത്രം 3 തവണ ഉച്ചരിച്ചു കൊണ്ടാണ്, ചൊല്ലിക്കൊണ്ടാണ് ജ്യോതിഷികൾ തങ്ങളുടെ കവടിക്കര ആരംഭിക്കുക. സൂര്യന് ശിവനാകുന്നു. അർക്ക ശംഭു, സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുക. ആ ശിവൻ്റെ ജ്ഞാനമയമായ രൂപമാകുന്നു ഏത് രൂപം? ദക്ഷിണാമൂർത്തി രൂപം. ദക്ഷിണാമൂർത്തി സ്വാമിയെയും ഞങ്ങൾ എന്തു ചെയ്യുന്നു? രാശിക്കാലത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഓം കൈലാസാദ്രീശകോണേ സുരവിടവിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാതങ്കാരാദി പീഠോപരി പരിലസിതം സേവ്യമാനം സുരോഘേഹി ജാനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദദതമിഷികണേ ജ്ഞാനമീശാനമീടേ. ഇത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മന്ത്രമാകുന്നു. ഏതായാലും നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ആദിത്യൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള പ്രയാണമാണ്. ആദിത്യൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കൊല്ലവർഷം മലയാള വർഷം 1202 ആരംഭിക്കുകയാണ്. അതായത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2026 ആഗസ്റ്റ് മാസം 17-ാം തീയതി തിങ്കളാഴ്ച ചിത്ര നക്ഷത്രത്തിൽ വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയിലാണ് ചിങ്ങരവി സംക്രമം. വളരെ നല്ല ഒരു ദിനത്തിലാണ് ചിങ്ങരവി സംക്രമം വരുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു സമൃദ്ധമായ ചിങ്ങമാസം, പുത്തൻ തിരുവോണം വരുന്ന ചിങ്ങമാസം ആരംഭിക്കുകയാണ്. അതിൻ്റെ എല്ലാവിധ ശുഭാശുഭ ഫലങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ ഈ പൊന്നിൻ ചിങ്ങവർഷത്തിൽ നിന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ സൂര്യൻ 1202 ചിങ്ങമാസം 1-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 7:51 ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ചിങ്ങമാസം ആരംഭിക്കുന്നത് 7:51 മുതലാണ്. ഏതായാലും ഒരു ശോഭനമായ ചിങ്ങമാസ ആരംഭം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പരാമർശിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് സജീവമായി ചിന്തിക്കാം. എന്താണ് ചിങ്ങൻ രാശിയുടെ പ്രത്യേകത? ചിങ്ങൻ രാശി സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്. സിംഹേ വിംശതി രാതിത. ചിങ്ങമാസം 20-ാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാണ്. ഒരു ഗ്രഹം സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ രാശിക്ക് എല്ലാവിധ ശക്തിയും ആ രാശിക്ക് ഗ്രഹിക്കുന്നതാണ്. സൂര്യന് മൗഢ്യമില്ല. സൂര്യൻ രാഹുവോടുകൂടെ വരുമ്പോൾ എന്തുണ്ടാകുന്നു? ഗ്രഹണം സംഭവിക്കുന്നു. അല്ലാതെ സൂര്യന് മൗഢ്യമില്ല. സൂര്യൻ മറ്റുള്ള ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുക്കുന്നു. സൂര്യനാണ് ഏറ്റവും ശക്തനായ ഗ്രഹം. ഏതായാലും പ്രിയമുള്ള പ്രേക്ഷകർ, മേടൻ രാശി മുതലുള്ള ഈ ഫലങ്ങളെല്ലാം ശ്രദ്ധിക്കുക. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് അവരുടെ തപോഭാവമാണ്, ഭാഗ്യസ്ഥാനമാണ്, 9-ാം ഭാവത്തിലാണ്. സ്വതവേ ധനുരാശിക്കാരെ സംബന്ധിച്ചോളം ഒരു ചൊല്ലുണ്ട്, പിതൃധനി, പൈതൃകമായ ധനത്തെ ലഭിക്കുന്നവരാണ് എന്നൊരു ഫലമുണ്ട്. ഇവിടെ അതിശക്തമായ 9-ാം ഭാവത്തിൽ മൂലക്ഷേത്രത്തിൽ നിൽക്കുന്ന സൂര്യൻ ധനുരാശിക്കാർക്ക് നല്ല സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കാം. പൈതൃകമായ സ്വത്തുകൾ ലഭിക്കാം. അച്ഛനുമായി ബന്ധപ്പെടുന്ന പല വ്യാപാരങ്ങളും മക്കൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു സമയമുണ്ടാകാം. തൻ്റെ പിതാവ് മരിച്ചാൽ ഡൈ ഹാർഡ്നെസ്സിൻ്റെ പേരിൽ ജോലി ലഭിക്കുന്ന പേപ്പേഴ്സൊക്കെ നീക്കാവുന്ന വളരെ അനുകൂലമായ സമയമാണ് ധനുരാശിക്കാർക്ക്. ഇവിടെ പിതൃകാരകനായ സൂര്യൻ 9-ാം ഭാവത്ത് നിൽക്കുന്നത് അച്ഛൻ്റെ ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധിക്കണം. പിതാവിൻ്റെ പേരിൽ നിർബന്ധമായും ധനുരാശിക്കാർ എന്ത് ചെയ്യണം? മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. ധർമ്മേ സുത അർത്ഥ സുഖഭാഗ്, ശാസ്ത്രജ്ഞാനം, ധനം, സുഖം, ഇതൊക്കെ തന്നെ ധനുരാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. അതിനാൽ തങ്ങളുടെ ആത്മപ്രഭാവം വളരെയധികം ഈ ഒരു മാസക്കാലം. ഇത് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ എവിടെ വരുന്നു? കന്നിയിൽ വരുന്നു. പിന്നെ നീലക്ഷേത്രത്തിൽ തുലാൻ രാശിയിലേക്ക് വരുന്നു. അതിനാൽ ഇവിടെ ഒരു 2 മാസക്കാലം ധനുരാശിക്കാരെ സംബന്ധിച്ചോളം ആത്മപ്രഭാവകാരകനായ ഗ്രഹം നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്.
ഇവിടെ വ്യാഴം അഷ്ടമത്തിലാണ്, അങ്ങേറ്റം ബുദ്ധിമുട്ടുകളുണ്ട്, കണ്ടകശനിയുണ്ട്. എങ്കിലും ഈ 60 ദിവസക്കാലം, പ്രത്യേകിച്ച് ഈ ഒരു 30 ദിവസക്കാലം പല കാര്യങ്ങൾക്കും നമ്മളെ പ്രഭാവം ഇംപ്ലിമെൻ്റ് ചെയ്ത് തന്നിലേക്ക് തൻ്റെ വ്യക്തിത്വത്തെ മറ്റുള്ളവരിൽ നിന്ന് തന്നിലേക്ക് തന്നെ ആകർഷിക്കുവാനുള്ള ഒരു നല്ല സമയം കൈവരുന്നെന്ന് പ്രത്യേകം ഞാൻ പറയും. ഏതായാലും നല്ലൊരു സമയമാണ്. മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ സൂര്യൻ്റെ അവസ്ഥ ധനുരാശിക്കാർക്ക് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞു, പൂർവികമായി സ്വത്ത് ലഭിക്കുക, പലപ്പോഴും ആ കാര്യത്തിലൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാക്കുക, പാരമ്പര്യമായ ചില സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടാലും അതിന് പകരം അച്ഛൻ്റെ സ്വത്ത് വകകളൊക്കെ തനിക്ക് ലഭിക്കുക, പിതാവിൻ്റെ അനുഗ്രഹ ആശീസ്സുകൾ ലഭിക്കുക തുടങ്ങിയ നല്ല പ്രവർത്തനങ്ങളൊക്കെ തന്നെ കരഗതമാകുന്ന ഒരു മാസമാണ് ഈ ഒരു ധനുമാസക്കാലമെന്ന് അറിയുക. പിതാവ് നഷ്ടപ്പെട്ട ധനുരാശിക്കാർ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അത് വളരെ ഗുണകരമായ ഒരു സമയമായിരിക്കും ഈ ഒരു മാസക്കാലമെന്ന് അറിയുക. കർമ്മമേഖലയിൽ തനിക്ക് വളരെ പ്രാധാന്യം ലഭിക്കും. കർമ്മത്തിൽ ഉയർന്നൊരവസ്ഥ വരും. ക്രിയാതുങ്കതാം, ജോലിയിൽ ഉന്നതമായൊരവസ്ഥ. തപ്പിയതേ സഹോദരങ്ങളാൽ തനിക്ക് ദുഃഖം വരുമെന്നൊരു ഫലമുണ്ട്. തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള ഒരു അസുലഭമായ അവസരങ്ങളൊക്കെ തന്നെ ധനുരാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം ആദിത്യൻ പ്രദാനം ചെയ്യും. സംശയമില്ല. നന്ദി, നമസ്തേ.